Okay, strain energy in terms of load geometry and material properties of the body. അതായത് ഇതിനു മുൻപ് നമ്മൾ സ്ട്രെയിൻ എനർജി പലതരത്തിലുള്ള നമ്മൾ പഠിച്ചായിരുന്നു പല കേസിൽ. അതായത് കോൺസെൻട്രേറ്റഡ് ലോഡ് വരുമ്പോൾ എങ്ങനെയാണ്, മൊമെൻ്റ് ആക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ടോർക്ക് ആക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്. അപ്പോൾ അവിടെയൊക്കെ ഒരു റിലേഷൻ ബിറ്റ്വീൻ ലോഡ്, ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് അതൊക്കെ വെച്ചുള്ളൊരു റിലേഷനായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി സ്ട്രെയിൻ എനർജി ഇൻ ടേംസ് ഓഫ് ലോഡ് ജോമെട്രി അതേപോലെ പ്രോപ്പർട്ടീസ്, മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ യങ്സ് മോഡുലസ് അതേപോലെയുള്ള കാര്യങ്ങൾ. ലോഡ് ജോമെട്രി എന്ന് പറയുമ്പം ലോഡിങ് കൊടുക്കുന്ന ഏരിയ, ലെങ്ത്ത്, അപ്പോൾ അതിനെയൊക്കെ വെച്ചുള്ളൊരു റിലേഷൻസ് എങ്ങനെ വരും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനകത്ത് കുറേ കേസുകൾ വരുന്നുണ്ട്. ആക്സിയൽ ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും, ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും, മൊമെൻ്റ് ആക്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും, ടോർക്ക് ആക്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും, ഓരോ കേസ്. ഇപ്പോൾ 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആക്സിയൽ ഫോഴ്സ്. ഇപ്പോൾ ഇതുപോലൊരു മെമ്പർ, ഒരു ബോഡി, ഈ കാണുന്ന പോലത്തെ ഒരു ബോഡി. ഇപ്പോൾ ഇതിനകത്ത് എന്താണ്, ഒരു ആക്സിയൽ ഫോഴ്സ് എക്സ് ഡയറക്ഷനിൽ ഒരു ആക്സിയൽ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, എഫ് എക്സ്. അപ്പോൾ അങ്ങനെ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിനകത്ത് എന്താണ്, ഒരു സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. എന്താണ്, എക്സ് ഡയറക്ഷനിൽ മാത്രമാണ് സ്ട്രെസ് ഉള്ളത്, സിഗ്മ എക്സ് എക്സ്. അപ്പോൾ ഇവിടെ നമ്മളത് സ്റ്റഡി ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ എലമെൻ്റ് എടുത്തിട്ടുണ്ട്, ഡി എക്സ് എന്ന് പറഞ്ഞ ഒരു എലമെൻറ്റ്. ഇതിനകത്ത് ക്രോസ് സെക്ഷണൽ ഏരിയ ഡി എ ആണെന്ന് കരുതുക ആ എലമെൻറ്റിൽ. അപ്പോൾ നമുക്ക് നോക്കുമ്പം സ്ട്രെസ് ടെൻസർ, ഈ ഒരു എലമെൻറ്റിലുള്ള സ്ട്രെസ് ടെൻസർ, സ്റ്റേറ്റ് ഓഫ് എ സ്ട്രെസ്, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ ഗ്രീൻ കളറിൽ. സിഗ്മ എക്സ് എക്സ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സീറോ ആയിരിക്കും. വൈ ഡയറക്ഷനിലും സെഡ് ഡയറക്ഷനിലും ഒക്കെ ഉള്ള ഒക്കെ സീറോ ആണ്. അതുകൊണ്ട് സിഗ്മ എക്സ് എക്സ് മാത്രമാണ് ഉള്ളത്. ഇനി അതേപോലെ സ്ട്രെയിൻ ടെൻസറിൻ്റെ കേസും ഇതേപോലെ തന്നെയാണ്, ഒറ്റ കേസ് മാത്രമേ ഉള്ളൂ, എക്സ് ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ വന്നു. ഇനി ഇവിടെ സ്ട്രെയിൻ എനർജിയുടെ റിലേഷൻ, ഇത് കണ്ട് ഞെട്ടണ്ട, ഇത് വന്നത് വേറൊന്നുമല്ല, ഇതിന് മുൻപ് നമ്മൾ പഠിച്ചു. അതായത് ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. സ്ട്രെയിൻ എനർജി നമ്മളൊരു റിലേഷൻ ഡിറൈവ് ചെയ്ത് വെച്ചായിരുന്നു, കഴിഞ്ഞ ലെക്ചറിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു ഇതിലൊരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അതായത് എന്താണ്, തേർഡ് ടൈം സിഗ്മ വൈ വൈ ഇൻറ്റു എപ്സിലോൺ വൈ വൈ അല്ല, സിഗ്മ സെഡ് സെഡ് ഇൻറ്റു എപ്സിലോൺ വൈ സെഡ് സെഡ് ആണ്. അപ്പോൾ ഇതായിരുന്നു ഒരു ജനറൽ ഇക്വേഷൻ ആയിരുന്നു. അപ്പോൾ ഇൻറ്റു ഡി വി ഉണ്ട്. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ വി എന്ന് പറഞ്ഞേക്കുന്നത് വേറൊന്നുമല്ല, ട്രിപ്പിൾ ഇൻ്റഗ്രലാണ്, വോളിമെട്രിക് ഇൻ്റഗ്രലാണ്. അതുകൊണ്ട് ട്രിപ്പിൾ ഇൻ്റഗ്രൽ. അതേപോലെ അവസാനം ഡി വി എന്ന് കൊടുത്തിട്ടുണ്ട്, അതായത് വോളിയം. അപ്പോൾ ഈ കേസിൽ നമ്മൾ എടുക്കുന്ന എന്തായിരിക്കും, ഡി എക്സ് ഡിസ്റ്റൻസും ഏരിയ ഡി എയുമാണ്. അപ്പം ഡി വിക്ക് പകരം ഡി എക്സ് ഇൻറ്റു ഡി എ വരും. അപ്പോൾ അത് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ നമുക്ക് അതുപോലെ ഇവിടുത്തെ തന്നെ ഫസ്റ്റ് ടേം മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാ ടേമും സീറോ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, ആ റിലേഷനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതായത് യു ഈക്വൽ ടു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓഫ് സിഗ്മ എക്സ് എക്സ് എപ്സിലോൺ എക്സ് എക്സ് ബൈ 2 ഇൻറ്റു ഡി എ ഡി എക്സ്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡി എനെ പുറത്തെടുത്തു. അപ്പോൾ ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് ഡി എ ഇൻറ്റു എന്താണ്, എപ്സിലോൺ എക്സ് എക്സ് സിഗ്മ എക്സ് എക്സ് ബൈ 2 ഇൻറ്റു ഡി എക്സ്. ഇതിനകത്ത് ഫസ്റ്റ് ടേം അതിനെ എന്താണ്, ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് ഡി എ എന്ന് പറഞ്ഞാൽ എന്താണ്, എ ആണ്, ക്യാപിറ്റൽ എ ആണ് ടോട്ടൽ ഏരിയ. അപ്പോൾ അതിനെ നമുക്ക് ഈ ഒരു ഫോർമാറ്റിലേക്ക് വന്നു. ദെൻ നമ്മൾ സിഗ്മ എക്സ് എക്സിനും എപ്സിലോൺ എക്സ് എക്സിനും നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ഈ റെഡ് കളറിൽ കാണുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുക്കുന്നു. അതായത് സിഗ്മ എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ട്രെസ്സാണ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ. അതുപോലെ എപ്സിലോൺ എക്സ് സിഗ്മ എക്സ് എക്സ് ബൈ ഇ ആണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻസ് ആണ്. സിഗ്മ എക്സ് എക്സിന് വീണ്ടും നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. അങ്ങനെ സിഗ്മ എക്സ് എക്സിനൊരു റിലേഷൻ കിട്ടി, എഫ് എക്സ് ബൈ എ. അതേപോലെ എപ്സിലോൺ എക്സ് എക്സിന് എഫ് എക്സ് ബൈ എ ഇ എന്ന് പറഞ്ഞ റിലേഷൻ കിട്ടും. ഇത് രണ്ടും കൂടി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ഒരു ഫൈനൽ റിലേഷൻ കിട്ടും. എന്താണ്, യു ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് എക്സ് സ്ക്വയർ ഡി എക്സ് ബൈ 2 എ ഇ. ഇതാണ് ആക്സിയൽ ഫോഴ്സിൻ്റെ കേസ്, ബോഡി സബ്ജക്റ്റഡ് ടു ആക്സിയൽ ഫോഴ്സ്. ഇപ്പോൾ ആക്സിയൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്, സ്ട്രെയിൻ എനർജീനെ നമുക്ക് എന്താണ്, ഒരു മെറ്റീരിയൽ ഇൻ ടേംസ് ഓഫ് മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ആൻഡ് ലോഡ് ജോമെട്രിയാണ് ഈ ഏരിയയും വരുന്നത്. ഇനി മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ് എന്താണ്, ഈ യങ്സ് മോഡുലസ്. ഇതിൻ്റെ കേസിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തേക്കാണ്. ഓക്കെ, നെക്സ്റ്റ് ബോഡി സബ്ജക്റ്റഡ് ടു ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന കേസിൽ. അപ്പോൾ നമുക്ക് ഒരു ബോഡി കൺസിഡർ ചെയ്യാം.
ഇങ്ങനൊരു ഒബ്ജക്റ്റ് ഓഫ് ലെങ്ത് ഡി എക്സ് വേണ്ടേ, ലെങ്ത് ഡി എക്സ് ലെങ്ത് ഉണ്ടാവും. അതേപോലെ ഏരിയ ക്യാപിറ്റൽ എ, ഇവിടുത്തെ ഏരിയ ക്യാപിറ്റൽ എ. ഇനി നമുക്ക് കോർഡിനേറ്റ് ഡയറക്ഷൻസ് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു എങ്ങനെയാണ് എക്സ് ഡയറക്ഷൻ, വൈ ഡയറക്ഷൻ. അപ്പോൾ എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻ, അതിനെയാണ് നമ്മൾ എക്സ് പ്ലെയിൻ എന്ന് പറയുക. അതെ, വൈ ഡയറക്ഷൻ അല്ലെങ്കിൽ വൈ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിനെ വൈ പ്ലെയിൻ നമ്മൾ പറയും. അപ്പോൾ ഇനി ഷിയർ സ്ട്രെസ് ഇൻ എക്സ് പ്ലെയിൻ ഇൻ ദ വൈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ഒരു ഡയറക്ഷൻ അല്ലേ, എക്സ് പ്ലെയിനിൽ ആക്ട് ചെയ്യുന്നതും വൈ ഡയറക്ഷനിലുള്ളത്, അതിനെയാണ് നമ്മൾ എന്താ പറയുക? ടോ എക്സ് വൈ എന്ന് പറയും. ഇനി അതേപോലെ ഷിയർ സ്ട്രെസ് ആക്ടിങ് ഇൻ ദ വൈ പ്ലെയിൻ ഇൻ ദ എക്സ് ഡയറക്ഷൻ, വൈ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്നതും എക്സ് ഡയറക്ഷനിലുമായിട്ടുള്ള, എക്സിൻ്റെ ഡയറക്ഷനിൽ വരുന്ന, അതായത് ഈ ഡയറക്ഷൻ, അതിനെയാണ് നമ്മൾ ടോ വൈ എക്സ് എന്നും പറയും അല്ലേ. ഇതൊക്കെ നമ്മൾ ആദ്യത്തെ മോഡ്യൂളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ, ഇനി അപ്പോൾ ഇതേപോലെ ഒരു ബോഡി ഉണ്ട് ഓഫ് ലെങ്ത് ഡി എക്സ്, ഏരിയ എ. ഓക്കെ, ഇതാണ് ആ ഫിഗർ തന്നെ. ടോ എക്സ് വൈ അതേപോലെ ടോ വൈ എക്സ് ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേസിൽ സ്ട്രെസ് ടെൻസർ എന്ന് പറയുമ്പം ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇവിടെ ഷിയർ സ്ട്രെസ് മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഷിയർ സ്ട്രെസ് ആൻഡ് സ്ട്രെസ് ടെൻസർ അതേപോലെ സ്ട്രെയിൻ ടെൻസർ ആണ് കാണിച്ചേക്കുന്നത്. ബാക്കി എല്ലാ വാല്യൂസും 0 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മെയിൻ റിലേഷൻ വോളിമെട്രിക് ഇൻ്റഗ്രൽ ഓഫ് ആ ഒരു വലിയൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബാക്കി എല്ലാ ടേംസും 0 ആയിരിക്കും. അതിനകത്ത് ടോ എക്സ് വൈയും ടോ വൈ എക്സും മാത്രം ഉണ്ടാവുക. അതേപോലെ ഗാമ എക്സ് വൈയും ഗാമ വൈ എക്സും ഉണ്ടാവും, ഈ ഒരു ടേംസ്. അപ്പോൾ അതേപോലെ ഡി വി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി എ ഇൻറ്റു ഡി എക്സ് ആണ് വോളിയം. ഇത്രയും സാധനങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ റിലേഷൻ ഈ ഒരു ഫോർമാറ്റിൽ കിട്ടും. അതായത് എന്താണ്? ടോ എക്സ് വൈ ഇൻറ്റു ഗാമ എക്സ് വൈ ബൈ 2 പ്ലസ് ടോ വൈ എക്സ് ഇൻറ്റു ഗാമ വൈ എക്സ് ബൈ 2 ഇൻറ്റു ഡി എ ഡി എക്സ്. ബാക്കി എല്ലാ ടേംസും 0 ആണ്. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുക്കുന്നു. ഇവിടെ എന്താണ്? ക്രോസ് ഷിയർ സെയിം ആണെന്നുള്ള കൺസെപ്റ്റ്, അതാണ് റെഡ് കളറിൽ കാണിച്ചേക്കുന്നത്. അത് ടോ എക്സ് വൈയും ടോ വൈ എക്സും സെയിം ആണ്. അതേപോലെ ഗാമ എക്സ് വൈയും ഗാമ വൈ എക്സും സെയിം ആണ്. ഇപ്പോൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ്? അതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് ഈ ഒരു മോഡലിലെത്തി. ഇവിടെ എന്താണ്? നേരത്തെ ചെയ്ത പോലെ തന്നെ ഡി എ കോമൺ എടുക്കുന്നു. ഡി എ മാറി ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് ഡി എ വിൽ ബിക്കംസ് എന്താണ്? ക്യാപിറ്റൽ എ. ദെൻ ദ ഫൈനൽ റിലേഷൻ വിൽ ബി എന്താണ്? ഈ ഒരു ഫോർമാറ്റിലേക്ക് വരും. അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എഫ് എക്സ് നമ്മൾ എടുക്കുന്നു. എഫ് എക്സ് ഈക്വൽ ടു എ ഇൻറ്റു ടോ എക്സ് വൈ, അല്ലെങ്കിൽ ടോ എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ബൈ എ ആണ് ഷിയർ ഫോഴ്സ്. അപ്പോൾ ഷിയർ ഫോഴ്സ് എഫ് എക്സ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഫൈനൽ റിലേഷൻ കിട്ടും. എന്താണ്? സ്ട്രെയിൻ എനർജി ക്യാപിറ്റൽ യു ഈക്വൽ ടു എഫ് എക്സ് സ്ക്വയർ ബൈ എന്താണ്? ഇൻ്റഗ്രൽ ഓഫ് എഫ് എക്സ് സ്ക്വയർ ബൈ 2 ഇൻറ്റു ഡി എക്സ്. ഇതാണ് എന്താണ്? കേസ് ഓഫ് എ ബോഡി സബ്ജക്റ്റഡ് ടു ഷിയർ. അപ്പം ബോഡി സബ്ജക്റ്റഡ് ടു ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഒരു ബോഡിയിൽ ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെങ്കിൽ ആ കേസിലുള്ള എന്താണ്? സ്ട്രെയിൻ എനർജിയുടെ റിലേഷനാണ് ഇൻ ടേംസ് ഓഫ് എന്താണ്? മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ആൻഡ് എന്താണ്? ജോമെട്രി, ലോഡ് ജോമെട്രി. ഓക്കെ, അടുത്തത് എ ബീം സബ്ജക്റ്റഡ് ടു മൊമെൻറ്റ്. അപ്പോൾ ഇവിടെ കൺസിഡർ എ ബീം സബ്ജക്റ്റഡ് ടു എ ട്രാൻസ്വേഴ്സ് ലോഡ്. അപ്പോൾ ഒരു ബീം നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ അതിനകത്തൊരു ട്രാൻസ്വേഴ്സ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടാവും. ഇനി ലെറ്റ് the bending moment over the cross section of a small elemental length dx of the beam be capital M. അപ്പോൾ നമ്മൾ ചെറിയ എലമെൻ്റൽ ലെങ്ത് ഡി എക്സ് ഉള്ളൊരു ബീമിന് അപ്പോൾ അതിനകത്ത് ആക്ട് ചെയ്യുന്ന ബെൻഡിങ് മൊമെൻറ്റ് ക്യാപിറ്റൽ എം ആണെങ്കിൽ ഇവിടുത്തെ ബെൻഡിങ് ഇക്വേഷൻ വഴി നമുക്ക് കിട്ടുന്നതാണ് എം ബൈ ഐ ഈക്വൽ ടു മൈനസ് സിഗ്മ എക്സ് എക്സ് ബൈ വൈ. അതിൽ നിന്ന് സിഗ്മ എക്സ് എക്സ് ഈക്വൽ ടു മൈനസ് എം വൈ ബൈ ഐ എന്ന് പറഞ്ഞ് കിട്ടും.
ഇനി അതേപോലെ തന്നെ എപ്സിലോൺ എക്സ് എക്സിൻ്റെ വാല്യൂ അറിയാം, എന്താണ് സിഗ്മ എക്സ് എക്സ് ബൈ ഇ ആണ്. ഇവിടെ നേരത്തെ സിഗ്മ എക്സ് എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഫൈനലി എപ്സിലോൺ എക്സ് എക്സ് ഈക്വൽ ടു മൈനസ് എം വൈ ബൈ ഇ ഐ എന്ന് പറഞ്ഞ് കിട്ടും. ഇപ്പോൾ ഇവിടെ നമുക്ക് സിഗ്മ എക്സ് എക്സിൻ്റെയും അതുപോലെ എപ്സിലോൺ എക്സ് എക്സിൻ്റെയും വാല്യൂസ് കിട്ടി. ഇനി സ്ട്രെസ് ടെൻസർ, സ്ട്രെയിൻ ടെൻസർ ഈ രീതിയിലാണ് വരുന്നത്. അപ്പം ബാക്കി ഇതിനകത്ത് നോക്കി അറിയാം സിഗ്മ എക്സ് എക്സ് മാത്രമേ ഉള്ളൂ. അതുപോലെ സ്ട്രെയിൻ ടെൻസറിൽ എപ്സിലോൺ എക്സ് എക്സ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ടേംസ് ഒക്കെ 0 ആയിരിക്കും. ഇനി ഡി വി എന്ന് പറഞ്ഞാൽ ഡി എ ഇൻറ്റു ഡി എക്സ് ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് നേരത്തെ റിലേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേം മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഫോർമാറ്റ് കിട്ടും. അതായത് സ്ട്രെയിൻ എനർജി ക്യാപിറ്റൽ യു ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓഫ് സിഗ്മ എക്സ് എക്സ് എപ്സിലോൺ എക്സ് എക്സ് ഡി എ ഇൻറ്റു ഡി എക്സ്. അതിനകത്ത് നിന്ന് തന്നെ സിഗ്മ എക്സ് എക്സിൻ്റെയും എപ്സിലോൺ എക്സ് എക്സിൻ്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതിനൊന്ന് ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും. എന്നിട്ട് എം സ്ക്വയർ ബൈ ഐ സ്ക്വയർ ഡി എക്സിനെ വെളിയിലെടുത്തു, രണ്ട് ഇൻ്റഗ്രലിനെ വെളിയിലെടുത്തു. ഇനി ഇവിടെ കാണുന്ന ഈ ഒരു പോർഷൻ, അതായത് ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് വൈ സ്ക്വയർ ഡി എ എന്ന് പറഞ്ഞാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, ക്യാപിറ്റൽ ഐ ആണ്. അപ്പോൾ നമുക്ക് അവിടെ അതിന് പകരം ഐ എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനി ഈ ഐ മുകളിലും താഴത്തെ തമ്മിൽ അടിച്ചു പോകുമ്പോൾ ആ സ്ക്വയർ പോയി, അങ്ങനെ ഫൈനൽ റിലേഷൻ ഇങ്ങനെ കിട്ടും. എന്താണ്? സ്ട്രെയിൻ എനർജി യു ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇൻ്റഗ്രൽ എം സ്ക്വയർ ബൈ ഇ ഐ ഡി എക്സ്. ഇതാണ് സ്ട്രെയിൻ എനർജി ഫോർ എ ബീം സബ്ജക്റ്റഡ് ടു എ മൊമെൻറ്റ് എം. ഓക്കെ, നെക്സ്റ്റ് ഷാഫ്റ്റ് സബ്ജക്റ്റഡ് ടു ടോർക്ക്. ഇനി ഒരു ഷാഫ്റ്റ് ഉണ്ട്, അപ്പോൾ അതിനകത്ത് ഒരു ടോർക്ക് വരുമ്പോൾ എന്ത് വരുന്നതെന്ന് നോക്കാം, ആ റിലേഷൻ. അപ്പോൾ നമുക്ക് ഒരു ഷാഫ്റ്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതേപോലെ ഒരു ഷാഫ്റ്റ്, ഇങ്ങനെ ഒരു ഷാഫ്റ്റ് ഉണ്ടെന്ന് കരുതുക. ഓക്കെ, ഷാഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മളൊരു ചെറിയൊരു എലമെൻ്റൽ റിങ് കൺസിഡർ ചെയ്യാൻ പോവാണ്. ഒരു എലമെൻ്റൽ റിങ്, ഇപ്പോൾ സപ്പോസ് ഇങ്ങനൊരു റിങ് നമ്മൾ കൺസിഡർ ചെയ്യണം. നമ്മൾ പൊതുവേ എല്ലാ കാര്യത്തിലും നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് ചെറിയൊരു എലമെൻ്റൽ ഏരിയ കൺസിഡർ ചെയ്യുന്നു, എന്നിട്ട് അതിനെ നമ്മൾ ഫുള്ളോടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് ഫുൾ പ്രോപ്പർട്ടി നമ്മൾ സ്റ്റഡി ചെയ്യുക. അപ്പോൾ അതേപോലെ ഒരു എലമെൻ്റൽ റിങ് നമ്മൾ കൺസിഡർ ചെയ്യാണ് ഓഫ് ഏരിയ ഡി എ. ഡി എ ആണ് ആ എലമെൻ്റൽ റിങ്ങിൻ്റെ ഏരിയ ആൻഡ് റേഡിയസ് സ്മോൾ ആർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് റിലേഷൻ അറിയാം. എന്താണ് റിലേഷൻ വരുന്നത്? എന്താണ്? ടി ബൈ ജെ ഈക്വൽ ടു ടോ ബൈ ആർ. ടി ബൈ ജെ ഈക്വൽ ടു ടോ ബൈ ആർ എന്ന് പറഞ്ഞാൽ നമുക്ക് റിലേഷൻ അറിയാം. ജെ എന്ന് പറഞ്ഞാൽ എന്താണ്? പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, ടി ടോർക്ക്, ആർ റേഡിയസ് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പം അതിൽ നിന്ന് നമുക്ക് ടോൻ്റെ വാല്യൂ എന്തായിരിക്കും? ടോ ഈക്വൽ ടു ടി ആർ ഇൻറ്റു ജെ അല്ലേ. ടി ആർ ഡിവൈഡഡ് ബൈ ജെ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും ടോ. അപ്പോൾ അങ്ങനെയാണ് ടോ ഈക്വൽ ടു ടി ആർ ബൈ ജെ ആ വാല്യൂ കിട്ടി. ഇനി അതേപോലെ ഗാമയുടെ വാല്യൂ അറിയാം, ടോ ബൈ ജി ആണ്. അതേപോലെ അപ്പം അങ്ങനെ നമുക്ക് ടോയുടെ വാല്യൂവും ഗാമയുടെ വാല്യൂവും കിട്ടി. ഇനി ഈ കേസിലെ സ്ട്രെസ് ടെൻസർ അതേപോലെ സ്ട്രെയിൻ ടെൻസേഴ്സ് ഇങ്ങനെയാണ് വരിക. ഇതറിയാമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ മെയിൻ റിലേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. മെയിൻ റിലേഷൻ ഏതായിരുന്നു? ഈ റിലേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ബാക്കിയുള്ള ടേംസ് 0 കൊടുക്കുന്നു, ഡി വിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് സ്ട്രെയിൻ എനർജിയുടെ റിലേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, സ്ട്രെയിൻ എനർജി ക്യാപിറ്റൽ യു ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓഫ് ടോ ഇൻറ്റു ഗാമ ബൈ 2 പ്ലസ് ടോ ഇൻറ്റു ഗാമ ബൈ 2 ഡി എ ഡി എക്സ്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ റിലേഷനിൽ ടോ എക്സ് വൈ ഇൻറ്റു ഗാമ എക്സ് വൈ ബൈ 2 പ്ലസ് ടോ വൈ എക്സ് ഇൻറ്റു ഗാമ വൈ എക്സ് ബൈ 2 എന്ന് പറഞ്ഞ് ഉണ്ടാവും. രണ്ട് ടേം ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ടോ എക്സ് വൈയും ടോ വൈ എക്സും സെയിം ആണ്. അതേപോലെ ഗാമ എക്സ് വൈയും ഗാമ വൈ എക്സും സെയിം ആണ്. അതുകൊണ്ട് അതിനെ നമ്മൾ ജനറലായിട്ട് ഗാമ എന്നും ടോ എന്നും പറഞ്ഞ് കൊടുത്തേക്കാം. അതാണ് രണ്ട് ടേംസ് വരുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് വരുന്നു. ഇതേപോലെ ഒരു ഫോർമാറ്റിൽ വരുന്നു. സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുന്നു. അപ്പോൾ
അതിന് ശേഷം ഒന്ന് ഈ റെഡ് കളർ കാണിച്ചേക്കുന്നത് വേറൊന്നുമല്ല, ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഈ ഒരു ഫോർമാറ്റിൽ വരുമ്പോൾ ഈ കാണുന്ന റെഡ് പോർഷൻ അതിനെയാണ്, അതായത് ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് ആർ സ്ക്വയർ ഡി എ, അതാണ് പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഇൻ്റഗ്രൽ ഓഫ് എന്താണ്, പ്രോഡക്റ്റ് ഓഫ് സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ഫ്രം ദ പോളാർ ആക്സിസ് ടു ദ സെൻട്രോയിഡ് അല്ലേ. ആ രീതിയിൽ നമുക്ക് ജെ കിട്ടി, ക്യാപിറ്റൽ ജെ. അപ്പോൾ അതിനകത്ത് നിന്ന് റിലേഷൻ നമുക്ക് കിട്ടി. ഓക്കെ, അങ്ങനെ നമുക്ക് ഫൈനൽ റിലേഷൻ കിട്ടുന്നു. സ്ട്രെയിൻ എനർജി ക്യാപിറ്റൽ യു ഈക്വൽ ടു ഇൻ്റഗ്രൽ ടി സ്ക്വയർ ബൈ 2gj ഇൻറ്റു ഡി എക്സ്. ഇതാണ് സ്ട്രെയിൻ എനർജി ഫോർ എ ബോഡി സബ്ജക്റ്റഡ് ടു എ ടോർക്ക് ടി.